തോട്ടി, തൂമ്പ, കവറ് ഇതൊക്കെയായിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഓമയ്ക്ക പറിക്കാനാണ്. ഈ ഓമയ്ക്ക പറിച്ചിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ ചെറിയൊരു തോടുണ്ട്. അങ്ങോട്ട് വീഴുമ്പം അവിടുന്ന് കുത്തിയെടുക്കാനായിട്ടാണ് അമ്മ തൂമ്പ കൊണ്ടുപോകുന്നത്. അമ്മയുടെ ബുദ്ധി ഭയങ്കരമാണ്. ഈ പറിച്ചിട്ടുന്ന എല്ലാ ഓമയ്ക്കയും കറക്റ്റ് ആ തോട്ടിൽ തന്നെ വീഴുവാണ്. അവിടുന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയെടുക്കുക. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു ടാസ്ക് ആയിരുന്നു അത്. ഇറങ്ങാൻ പേടിയാണ്. വല്ല പാമ്പെന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉണക്ക് പിടിച്ച സമയമല്ലേ, അതുകൊണ്ട് എല്ലാം പറക്കിയെടുത്തിട്ട് കവറിലാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അത്യാവശ്യം 3 ഓമയ്ക്ക കിട്ടി കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഓമയ്ക്കയും ചോറുമായിട്ട് തന്നെ ഞാൻ കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഓമ ആണോമയാണെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ഓമയ്ക്ക കിട്ടിയ സന്തോഷത്തിൽ അതും പിടിച്ചുകൊണ്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. പാവം എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്മയാണ്. അമ്മ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നേരത്തെ ഞാൻ കൃഷി സ്ഥലം കാണിച്ചിട്ടില്ലേ, അവിടുത്തെ കൃഷിയൊക്കെ നിന്നു. അപ്പോൾ അവിടെ ഒരു വാഴയുണ്ട്. അതിലമ്മ കഴിഞ്ഞൊരു സമയത്ത് വാഴ കുലച്ച് നിൽക്കുന്നത് കണ്ടു. നമുക്ക് അതും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ വാഴയില്ല, കൊല്ലയില്ല, കൂമ്പുമില്ല, ഒന്നുമില്ല. വാഴ കിടന്നിടത്ത് കുറേ കാട് മാത്രം കിടക്കുന്നത്. അങ്ങനെ തപ്പി പറക്കി ചെന്നപ്പം അവിടെ ഒരു വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ കുറച്ച് കാ മാത്രം ഇങ്ങനെ കിടപ്പുണ്ട്. അതിൽ നല്ലത് നോക്കി മാത്രം എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണേ. അപ്പോൾ അവിടെ കാണുന്ന കമ്പും കല്ലൊക്കെ ഇങ്ങനെ എടുക്കുക. തീയരിക്കാൻ കമ്പെടുക്കാം. പിന്നെ കല്ലൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരാണേ. കണ്ടോ, ഇത് മാത്രമാണ് നല്ലതായിട്ട് കിട്ടിയത്. ഒന്നെങ്കിൽ ഇന്ന് ഓമയ്ക്കാത്തോരൻ, അല്ലെങ്കിൽ ഇന്ന് വാഴയ്ക്കാത്തോരൻ. പോകുന്ന സ്ഥലം എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ കൃഷിയില്ലാത്തതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ലേ. പിന്നെ വീട്ടിൽ ചെന്ന ഉടനെ അമ്മ ഓമയ്ക്ക എടുത്തു, കുത്തി അരിഞ്ഞു. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കൂടെ ഞങ്ങൾക്ക് മീൻകറിയും ഓമയ്ക്കയും ഉണ്ടായിരുന്നു.